ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നാളെ എപ്പിസോഡിൽ നടക്കാവുന്ന ഭാഗങ്ങളാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ അശ്വിൻ ഒരു വിജനമായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് പൊട്ടിക്കരയണ ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് കാണിച്ചത്. അങ്ങനെ അശ്വിൻ ഒരുപാട് നേരം അവിടെ നിന്ന് കരയുന്നുണ്ട്. കരഞ്ഞു കഴിയുമ്പോഴേക്കും അശ്വിൻ ഒരു തീരുമാനം എടുക്കുകയാണ്. ആ തീരുമാനം എന്താണെന്ന് നമുക്ക് കാണിച്ചു തരത്തൊന്നുമില്ല. അശ്വിൻ ദേഷ്യത്തോടു കൂടി തന്നെ വണ്ടി എടുക്കുകയാണ്. ശേഷം വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ രാവിലെ നമ്മുടെ ആകാശിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ പ്രീതിയുടെ വിവാഹ ദിവസമാട്ടോ. അപ്പോൾ എല്ലാവരും വിവാഹ സമയത്ത് ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വിവാഹത്തിൻ്റെ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി ആണെങ്കിൽ അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അശ്വിനാണെങ്കിൽ ശ്രുതി എടുത്ത് വല്ലാത്ത ദേഷ്യത്തോടു കൂടി തന്നെ നിൽക്കുക കേട്ടോ. ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അശ്വിൻ എന്താ ചെയ്യുക, താലി കെട്ടുന്ന സമയത്ത് അശ്വിൻ അവിടെ കാണുന്നില്ല. അപ്പോൾ ആകാശ് പറയുന്നുണ്ട് ചേട്ടൻ വരാണ്ട് ഞാൻ താലി കിട്ടില്ല എന്നൊക്കെ അതായത് ചേട്ടനും കൂടി വരട്ടെ എന്ന് പറയുമ്പോഴേക്കും ശരി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നിൽക്കുവാണ്. അതായത് സമയം അശ്വിനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിനെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് റൂമിലേക്ക് പോകുകയാണ്. അതിനുശേഷം ശ്രുതി അടുത്ത് പറയുന്നുണ്ട്, ദേ കണ്ടില്ലേ നീ താഴേക്ക് നോക്ക് എന്ന് പറയാണ്. അപ്പോൾ ശ്രുതി താഴേക്ക് നോക്കുമ്പോഴേക്കും അവിടെ അശ്വിനെയും കാത്ത് നിൽക്കുവാട്ടോ താലി കെട്ടാനായിട്ട് ആകാശ്. അശ്വിൻ പറയുന്നുണ്ട്, കണ്ടില്ല ശ്രുതി, ഞാൻ പോകാതെ ആകാശ് പ്രീതിയുടെ കഴുത്തി താലി കെട്ടില്ല. പക്ഷെ ഞാൻ അവിടെ പോകണോ വേണ്ടിയെന്ന് നീ തീരുമാനിക്കണം. ഞാൻ പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ നീ സമ്മതിക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ നിലത്തേക്ക് പോകുള്ളൂ, താഴത്തേക്ക് ഇറങ്ങിപ്പോളൂ, എങ്കിൽ മാത്രമേ വിവാഹം നടക്കുകയുള്ളൂ. അഥവാ ഞാൻ പറയണ കാര്യം നീ സമ്മതിച്ചില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ നിലത്തേക്ക് ഇറങ്ങി പോവില്ല, വിവാഹം നടക്കൂല, ഒന്നും നടക്കില്ല. നിൻ്റെ ചേച്ചി പൊട്ടിക്കരയും. എന്താ ഞാൻ പറഞ്ഞ കാര്യത്തിന് നിനക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് ശ്രുതി സമ്മതം മൂളുവാണ്. അങ്ങനെ അശ്വിനും അതുപോലെ തന്നെ ശ്രുതിയും കൂടി നിലത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ അശ്വിനെയും ശ്രുതിനെയും കാണുമ്പോൾ എനിക്ക് സന്തോഷമാവാണ്. ആകാശ് നമ്മുടെ പ്രീതിയുടെ കഴുത്തിൽ താലി കെട്ടുവാണ്. താലി കെട്ട് കഴിയേണ്ടതും ശ്രുതിനെയും കൂട്ടിക്കൊണ്ട് അശ്വിൻ വീണ്ടും അവിടെ നിന്ന് പോകുക കേട്ടോ. അപ്പോൾ ഈ ശ്രുതി എവിടെയെന്നൊക്കെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. അശ്വിൻ എവിടെയെന്നൊക്കെ അന്വേഷിക്കുമ്പോഴേക്കും ഇവരുടെ ഒരു കാര്യം ഈ കല്യാണ തിരക്കിലും ഓരോ സ്ഥലത്ത് കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുമായിരിക്കും രണ്ടുപേരും കൂടി എന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാവരും അവിടെ നിൽക്കുവാണ്. അങ്ങനെ ഓരോരോ ചടങ്ങൊക്കെ നടക്കുന്ന സമയത്ത് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അശ്വിനാണെങ്കിൽ ശ്രുതിയുടെ കൈ പിടിച്ചിട്ട് അകത്തേക്ക് കയറി വരാട്ടോ. എല്ലാവരും ആകെ ഞെട്ടുവാണ്. ശ്രുതിനെ അമ്മ തല്ലണൊക്കെ ഉണ്ട്, മുഖത്തൊക്കെ തല്ലണൊക്കെ ഉണ്ട്. നീ ഒരിക്കലും ഞങ്ങളുടെ മകളല്ല ഇനി എന്നൊക്കെ പറയണം. നീ നിൻ്റെ ചേച്ചിനെ കുറിച്ച് ആലോചിക്കുക, നീ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? ഞങ്ങളെക്കുറിച്ച് ആലോചിക്കുക, നീ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? നിനക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്നേഹമോ ഇഷ്ടം ഉണ്ടെങ്കിൽ അത് ഞങ്ങളോട് പറഞ്ഞൂടായിരുന്നു നിനക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കുവാണ്. മനോരമ പറയുന്നുണ്ട്, നിങ്ങളെന്തിനാ ബഹളം ഉണ്ടാക്കുന്നത്? നിങ്ങൾ മനസ്സിൽ വെച്ച കാര്യങ്ങൾ തന്നെയല്ലേ നിങ്ങളുടെ മോൾ നടത്തി തന്നിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഈ രണ്ട് പെൺപിള്ളേരും ഈ വീട്ടിലേക്ക് മരുമക്കളായിട്ട് വരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നടന്നല്ലോ എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും നമ്മുടെ അമ്മ പറയുന്നുണ്ട്, അതെ എനിക്ക് തോന്നുന്നത് ഇവളുടെ ഉദ്ദേശം അത് തന്നെയായിരുന്നു എന്ന് പറയാണ്. രാധേ, ഇവളുടെ ഉദ്ദേശം അത് തന്നെയായിരുന്നു രാധേ. ഇവള് എങ്ങനെയെങ്കിലുമൊക്കെ പ്രീതിന് ഇവിടെ കയറ്റി പറ്റി, അതുപോലെ തന്നെ ഇവൾക്കും കയറണം. ഇവള് നമ്മളെക്കാൾ വില കൊടുക്കുന്നത് പണത്തിനും സ്വർണ്ണത്തിനും തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ കുറ്റപ്പെടുത്തിട്ട് അവിടെ നിന്ന് പോകുക കേട്ടോ. അങ്ങനെ എല്ലാവരും ശ്രുതിനെയും അശ്വിനെ ഒറ്റപ്പെടുത്തിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് പോകുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ രാത്രി ആകുമ്പോഴേക്കും ഭയങ്കര കരച്ചിലാണ്. അശ്വിൻ റൂമിലേക്ക് വരുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്ത്? എല്ലാവരും എന്നെ അറുപ്പോടും വെറുപ്പോടാണ് നോക്കണത്. എൻ്റെ അമ്മയും അച്ഛനും അമ്മയൊക്കെ വേണ്ടെന്ന് പറഞ്ഞു, ചേച്ചിയും വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും അനാഥയായി, നിങ്ങളെന്നെ അനാഥയാക്കിയില്ലേ എന്ന് പറയുമ്പോഴേക്കും ഇപ്പോൾ പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുമ്പോൾ അശ്വിൻ ചോദിക്കണ്ടേ, അല്ല ശ്രുതി, നീ ഇപ്പം കരയുന്നുണ്ടല്ലോ, നീ കരയുന്നത് ആത്മാർത്ഥമായിട്ട് തന്നെയാണോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്നത് ശ്രുതി നിന്ന് ഞെട്ടിപ്പോകുക കേട്ടോ. അശ്വിൻ പറയണ്ടേ, അല്ല നിൻ്റെ മനസ്സിൽ ശരിക്കും സന്തോഷമല്ലേ ശ്രുതി? എനിക്കറിയാം, ഇത്രയും വലിയ വീടും പണമൊക്കെ നീ സ്വപ്നത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതൊക്കെ നിനക്ക് അനുഭവിക്കാം ഇടവരുത്തിയില്ലേ നീ? അതിൻ്റെ ഉദ്ദേശം അത് തന്നെയായിരുന്നല്ലോ. അതുകൊണ്ട് നീ ഇപ്പം കാണിക്കണതൊക്കെ നാടകമാണ്. നിൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി ആത്മാർത്ഥമായിട്ടുള്ള കണ്ണീര് പോലും വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോകാൻ പോകുമ്പോഴേക്കും ശ്രുതി വീണ്ടും അശ്വിനെ പിടിക്കുകയാണ്. സത്യം പറ, ഇതൊന്നും ഞാൻ ചോദിച്ചതിന് മറുപടിയല്ല, നിങ്ങൾ സത്യം പറ, എന്തിനാണ് നിങ്ങൾ എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്? എന്താ കാരണമെന്ന് പറയുമ്പോഴേക്കും അശ്വിൻ ശ്രുതിയുടെ കൈ പിടിച്ചിട്ട് ഒറ്റ വലിച്ചിങ്ങനെ ഇടുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അതെ ഇതിൻ്റെ മറുപടി പറയേണ്ട ആവശ്യം എനിക്കില്ല, പ്രത്യേകിച്ച് നിന്നോട് എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോകുകയാണ്. ശ്രുതിയാണെങ്കിൽ അങ്ങനെ തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ആദിരാത്രി എന്ന് പറയട്ടെ, നമ്മുടെ ആകാശവും പ്രീതിയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അവരുടെ ആദിരാത്രിയും കുളമായി. അതുപോലെ തന്നെ അശ്വിനാണെന്നുണ്ടെങ്കിൽ ശ്രുതിനെ ബാൽക്കണിയിലാണ് കിടത്തുന്നത്. ശ്രുതിയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തലയിലൊക്കെ കുറേ ഇലയും കാടും മണ്ണും ഒക്കെ ആയിട്ടാണ് തിരിച്ചു വരുന്നത്. രാവിലെ 5 ചായയായിട്ട് വരുമ്പോഴേക്കും ശ്രുതിനെ വേഗം തന്നെ അകത്തേക്ക് വിളിച്ചു വരുത്താണ് അശ്വിൻ, അതായത് ബെഡ്റൂമിലേക്ക്. ഇട്ട് ആദിരാത്രി കഴിഞ്ഞ പോലെ ആ ഒരു രീതിയിലേക്ക് അശ്വിൻ ബെഡൊക്കെ ഇങ്ങനെ ഇതാക്കിയിടുവാട്ടോ, അതായത് വലിച്ചു വാരിട്ടേക്കണ പോലെ. അതായത് അവരുടെ ഫസ്റ്റ് നൈറ്റിന് വേണ്ടി പൂക്കളെല്ലാം 5 തൂക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഫസ്റ്റ് നൈറ്റ് കഴിയുമ്പോൾ എങ്ങനെയാണ് ആ രീതിയിലേക്കൊക്കെ അശ്വിൻ അങ്ങനെ ആക്കിയിടുവാണ്. ശേഷം ശ്രുതിയുടെ മുടിയിൽ നിന്ന് ഇലയൊക്കെ തട്ടിക്കളയുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത്? ഇവിടെ എന്താ നടന്നതെന്നൊക്കെ അവരറിയട്ടെ എന്ന് പറയുമ്പോൾ ശബ്ദിച്ചു പോരുന്നേ എന്ന് പറയാണ്. അങ്ങനെ അഞ്ജലി പറഞ്ഞിട്ട് ചായ കുടിച്ചിട്ട് രണ്ടുപേരും നിലത്തേക്ക് വരണം, പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ശ്രുതി നിനക്കുള്ള സാരി എന്ന് പറഞ്ഞിട്ട് സാരിയൊക്കെ കൊടുക്കുന്നുണ്ട്, കുറേ ആഭരണങ്ങളും കൊടുക്കുന്നുണ്ട്. അതായത് അശ്വിൻ്റെ അമ്മയുടെ ആഭരണങ്ങളാണ്, അതൊക്കെ ഇട്ടിട്ട് വേണം വരാനെന്ന് പറയും. അങ്ങനെ ശ്രുതി ആ മാല ഇടുന്ന സമയത്ത് ശ്രുതിയുടെ കഴുത്ത് മുറിയുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ട് ഒച്ച ഉണ്ടാക്കുമ്പോഴേക്കും അശ്വിൻ മാത്രമേ റൂമിലുണ്ടാവുള്ളൂ. അശ്വിന്
ശരിക്കും ശ്രുതിനെ ഒന്ന് ആശ്വസിപ്പിക്കണമെന്നുണ്ട്. അവളുടെ കഴുത്ത് മുറിഞ്ഞത് ആലോചിച്ച് അശ്വിന് വല്ലാത്ത നോവെടുക്കുന്നുണ്ട്. പക്ഷേ എന്നാലും അശ്വിൻ അത് സമ്മതിച്ച് കൊടുക്കില്ല കേട്ടോ. അവിടുന്ന് ഇറങ്ങി പോവാണ് ചെയ്യേണ്ടത്. അങ്ങനെ പൂജയ്ക്ക് വരുമ്പോഴാണെന്നുണ്ടെങ്കിലും ശ്രുതിക്ക് ആരും പ്രസാദമൊന്നും കൊടുക്കില്ല, പ്രീതിയാണെങ്കിലും കൊടുക്കില്ല. എല്ലാവർക്കും ദേഷ്യമാണ്. ശ്രുതി രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ കയറാൻ പോകുമ്പോഴേക്കും മനോരമ അടുക്കളയിലൊന്നും കയറ്റില്ല. ഈ വീട്ടിലെ അടുക്കളയൊക്കെ ഉപയോഗിക്കാനുള്ള അവകാശം ഇവിടുത്തെ മരുമക്കൾക്കാണ്. നിന്നെ ഇവിടെ മരുമകളായിട്ട് ആരും സ്വീകരിച്ചിട്ടില്ല, നീ ഇറങ്ങി പോകുന്നൊക്കെ പറഞ്ഞിട്ട് തള്ളി മാറ്റുവാണ് ശ്രുതിനെ. അപ്പോൾ മുത്തശ്ശി വന്നിട്ട് പറയുന്നുണ്ട്, ശ്രുതിയും ഇവിടുത്തെ മരുമകൾ തന്നെയാണ്. നിന്റെ മരുമകൾ പ്രീതി നിനക്ക് ഇവിടുത്തെ മരുമകളല്ലേ, അതുപോലെ തന്നെയാണ് ഇവിടുത്തെ മൂത്ത മരുമകൾ പ്രീതിയാണെങ്കിൽ രണ്ടാമത്തെ മരുമകൾ ശ്രുതിയാണ് എന്നൊക്കെ പറയുമ്പോഴേക്കും മനോരമ അവളത്ത് മര്യാദയ്ക്ക് സംസാരിക്കണം എന്നൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് സന്തോഷമാണ്, മുത്തശ്ശി ഇങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചല്ലോ എന്ന്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ എപ്പോഴും വിഷമിച്ചിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ശ്യാമാണെന്നുണ്ടെങ്കിൽ ശ്രുതിനെ നോക്കി ഇങ്ങനെ വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ശ്യാമിനെ മാറ്റി നിർത്തിട്ട് അശ്വൻ പറയുന്നുണ്ട്, അതെ നിങ്ങൾ പഴയ പോലെ ഇനി അവളെ നോക്കൊന്നും വേണ്ട. ശ്രുതി ഇപ്പം എൻ്റെ ഭാര്യയാണ്, അല്ലാതെ നിങ്ങളുടെ കാമുകിയൊന്നും അല്ല. അവൾ ഈ വീട്ടിലുണ്ടെങ്കിൽ അവളുടെ നിഴൽ വട്ടത്ത് പോലും നിങ്ങളെ കാണാൻ പാടില്ല, അവിടെ നിഴലിൽ പോലും നിങ്ങൾ സ്പർശിക്കാൻ പാടില്ല, കേട്ടല്ലോ എന്ന് പറയാണ്. എൻ്റെ ഭാര്യനെ നോക്കിയാലോ തൊട്ടാലോ ഉണ്ടല്ലോ എൻ്റെ തനി സ്വഭാവം നിങ്ങൾ അറിയും എന്ന് പറയാണ്. ശ്യാമാണെങ്കിൽ ആകെ ഞെട്ടിപ്പോവാട്ടോ. അങ്ങനെ ശ്യാം ശ്രുതിയുടെ അടുത്തൊന്നും അത്ര സംസാരിക്കൊന്നും ഇല്ല കേട്ടോ. കുറേ നാളിങ്ങനെ ശ്രുതി അടുത്ത് സംസാരിക്കൊന്നുമില്ല. ശ്രുതിനെ സ്വന്തമാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പഴയ പോലെ ശ്രുതി സംസാരിക്കാനോ ഒന്നും തന്നെ പോവില്ല. കാരണം അശ്വിന് അത്ര പേടിയാണ് ശ്യാമിന്. അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പതുക്കെ മുത്തശ്ശി നമ്മുടെ ശ്രുതിയെടുത്ത് അടുക്കുന്നുണ്ട്. പിന്നെ ചേച്ചി, അതായത് പ്രീതിക്കും നമ്മുടെ ശ്രുതിയെടുത്ത് സംസാരിക്കാതിരിക്കാനൊന്നും പറ്റുന്നില്ല. ശ്രുതി നമ്മുടെ പ്രീതി ഒന്നിക്കുന്നുണ്ട്. പിന്നെ പതുക്കെ എല്ലാവരും നമ്മുടെ ശ്രുതിയായിട്ട് ഒന്നിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ശ്രുതിനെ പഴയ പോലെ കാണുകയൊക്കെ ചെയ്യും കേട്ടോ. അശ്വിൻ ഒഴിച്ച് ബാക്കി എല്ലാവരും. അശ്വിന് ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ പുറത്തൊന്നും കാണിക്കില്ല. അഞ്ജലി ശ്രുതിയെടുത്ത് ചോദിക്കണൊക്കെ ഉണ്ട്, എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം, സത്യം നീ എന്നോട് സത്യം പറ ശ്രുതി, നിങ്ങൾ തമ്മിൽ അങ്ങനെ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു, എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളത് പറഞ്ഞിട്ടില്ല എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പെട്ടെന്ന് ഒരു നിമിഷം നിങ്ങളിത് തീരുമാനം എടുത്തത് എന്ത് കാരണം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി ഇങ്ങനെ അഞ്ജലിയുടെ സത്യം പറഞ്ഞിട്ട് എനിക്കറിയില്ല, പെട്ടെന്നൊരു സമയത്താണ് എനിക്ക് കല്യാണം കഴിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത്, എനിക്കറിയില്ല ശരിക്കും അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന്, എന്താണ് അശ്വിൻ സാർ ഉദ്ദേശിക്കണമെന്ന് എനിക്കറിയില്ലെന്ന് പറയുമ്പോൾ ശ്രുതിനെ കെട്ടിപ്പിടിക്കാട്ടോ അഞ്ജലി. കാരണം വെച്ചാൽ പാവം എല്ലാവരും ശ്രുതിനെ തെറ്റിദ്ധരിച്ചല്ലോ എന്ന് ആലോചിച്ചിട്ട്. അതിനുശേഷം പതുക്കെ ശ്രുതിയുടെ നല്ല സ്വഭാവങ്ങളൊക്കെ അശ്വിൻ മനസ്സിലാക്കുകയാണ്. ശ്രുതിക്ക് ആദ്യമായിട്ട് പ്രണയം തോന്നിയത് തന്നോടാണെന്ന് പോലും അശ്വിൻ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അശ്വിനും ആ പ്രണയം ശ്രുതിനെ തുറന്ന് കാണിക്കുന്നുണ്ട്. ശ്യാമാണെങ്കിൽ അവിടെ ആകെ ചമ്മി നാണം കെട്ടു പോവാണ്. കാരണം അവസാനം ആകുമ്പോഴേക്കും ശ്യാമിൻ്റെ മുമ്പിൽ ശ്രുതിയും അതുപോലെ തന്നെ അശ്വിനും ഒന്നാവും. ശ്യാമാണെങ്കിൽ വേറൊരു നിവൃത്തിയില്ലാണ്ടാവുമ്പോഴാണ് അഞ്ജലിനെ വീണ്ടും ദ്രോഹിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. എന്തായാലും നാളെയും മറ്റന്നാളെ ശ്രുതിയുടെയും അശ്വിൻ്റെയും ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ബുധനാഴ്ചയാണ് ഇവരുടെ കല്യാണം. വ്യാഴവും വെള്ളിയും ശ്രുതിനെ അമ്മയും അമ്മായിയും മനോരമയൊക്കെ ഇടവും വലവും ഇരുന്നിട്ട് വഴക്ക് പറയുന്ന ഭാഗങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. എന്തായാലും ഈ ആഴ്ച ഫുള്ളും ഇങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ആയിരിക്കും. കുറച്ച് ദിവസം ഇത്തിരി ശ്രുതി ഒരുപാട് കരയുന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ട് ഭയങ്കര മനോഹരമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവർ കല്യാണം കഴിഞ്ഞിട്ട് ശ്രുതിയുടെ വീട്ടിൽ നിൽക്കാൻ പോണ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര സൂപ്പറാണ്, ഭയങ്കര കോമഡിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.